నగుమో మూగనలే నీన ജാലി തെളിസി. അതെനിക്ക് അങ്ങനെ നല്ല നല്ല ഗുരുക്കന്മാരുടെ അടുത്ത് പഠിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. എന്താണ് ഇനി ഭാവി ഇതിനെക്കുറിച്ചുള്ള ഒരു സാധ്യതകൾ എന്ന് പറയുന്നത്? കണ്ടേൻ 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 സീതയെ. ആൾക്കാരെ സ്വാധീനിക്കാൻ പറ്റുന്ന രാഗങ്ങളില്ലേ, കൂടുതൽ ഫീല് തരുന്ന രാഗങ്ങൾ, അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് മ്യൂസിക് തെറാപ്പിയിൽ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ സംഗീതം എങ്ങനെ മനസ്സിനെ സ്വാധീനിക്കുന്നുള്ളതും അതിലൂടെ എങ്ങനെ അസുഖങ്ങളെ മാറ്റുന്നുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. മോഹൻലാലിന്റെ ചന്ദ്രലേഖ എന്ന സിനിമയിൽ താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ എന്ന ഗാനം കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല, ഇത് കാണാത്തവരും ഉണ്ടായില്ല. ഈ ഗാനത്തിന്റെ ഒടുവിൽ സുകന്യ വീൽചെയറിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുന്ന ഒരു രംഗമുണ്ട്. എല്ലാ രോഗങ്ങളെയും ഭേദമാക്കാൻ കഴിയുന്ന സംഗീതത്തിന്റെ ആ ഒരു മഹത്വമാണ് ഈ പാട്ടിലൂടെ എല്ലാം തെളിയുന്നത്. അത്തരത്തിൽ സംഗീതം ഔഷധമാക്കി മാറ്റിയിട്ടുള്ള ഒരു കലാകാരിയാണ് ഇന്ന് നമ്മളോടൊപ്പം. ഗായികയും സംഗീത അധ്യാപികയും ആയ ഡോക്ടർ പി ശ്രീലത മാം. നമസ്കാരം മാം. അപ്പോൾ കുറേ ശാസ്ത്ര ഗവേഷണങ്ങളിലൂടെ തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ചെടികൾക്ക് പോലും സംഗീതത്തിലൂടെ ഉള്ള ഒരു അനുഭവങ്ങളെക്കുറിച്ച്. അപ്പോൾ മനുഷ്യരിലേക്ക് ഈ സംഗീതം എന്നതൊരു ഔഷധമായിട്ട് എത്തുന്ന ഒരാശയം എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സംഗീത സബരിയയിലേക്ക് കടക്കാനായിട്ടുള്ളൊരു കാരണം? അത് ഞാൻ മ്യൂസിക്കായിരുന്നു ചെറുതിലേ മുതൽ പഠിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ വീട്ടിലും അതിനാണ് സപ്പോർട്ട് ഉണ്ടായിരുന്നത്. അച്ഛന് സംഗീതം വലിയ ഇഷ്ടമാണ്, അച്ഛൻ പാടുമായിരുന്നു. അപ്പോൾ എങ്ങനെ പാട്ട് പഠിപ്പിക്കാൻ കൊണ്ടുപോയി, പാട്ട് പാടി. അത് കഴിഞ്ഞ് പിന്നെ സംഗീതത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങ് പോയി. കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ മാരേജ് കഴിഞ്ഞപ്പം ഇങ്ങനെ മ്യൂസിക് ഇങ്ങനെ ഒരു ബ്രേക്ക് വന്നായിരുന്നു. ഇടയ്ക്ക് മാരേജ് കഴിഞ്ഞിട്ട് ഇടയ്ക്കൊന്ന് ബ്രേക്ക് വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും പാടി തുടങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു മ്യൂസിക് തെറാപ്പി. ഞാൻ ഈ നിസ്സാര കാര്യങ്ങൾ ടെൻഷൻ അടിക്കുന്ന സ്വഭാവക്കാരിയാണ് ഞാൻ. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു, ഇങ്ങനെ നിനക്കൊരു കാര്യം ചെയ്താൽ എന്താ, മ്യൂസിക് തെറാപ്പി ഒന്ന് നോക്കിക്കൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അത് ഒന്ന് നോക്കി, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. അപ്പോൾ ഡൽഹിയിലൊരു നാദ മ്യൂസിക് തെറാപ്പി സെൻറ്റർ ഉണ്ട്. അവരായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഡിപ്ലോമ കോഴ്സ് ഉണ്ട് അവർക്ക്, അതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് ഒന്ന് നോക്കി. അത് 9 months കോഴ്സാണ്. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗാണ്. എന്നുവെച്ചാൽ ഇവർ പറയുന്ന ഇത് ഞാൻ എന്നിലാണ് പരീക്ഷിക്കുക. എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ടൂള് ഞാനാണ് പറ്റിയത്. എന്ന് വെച്ചാൽ മറ്റുള്ളവരിൽ പരീക്ഷിക്കാൻ നമുക്ക് അവർ ഇരുന്ന് തന്നോളന്നില്ല. അപ്പോൾ ഏറ്റവും ഞാൻ ഈ ഓരോന്നും കാണുമ്പോൾ പരീക്ഷിക്കുന്നത് എന്നില്ല. അതിലെനിക്ക് അത് നല്ലൊരു എഫക്റ്റീവായിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങാനുള്ള കാരണം. ഹസ്ബൻഡാണ് അപ്പോൾ അതിനൊരു പ്രചോദനം തന്നത് പുള്ളിയാണ്. അപ്പോൾ ഈ ഏതൊക്കെ സംഗീതത്തിലൂടെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത്? ഈ ഒരു സംഗീതത്തിലൂടെ അസുഖങ്ങൾ മാറ്റുന്നു എന്ന് പറയുന്നത് ഏതൊക്കെ അസുഖങ്ങളാണ് ഇങ്ങനെ മാറ്റാൻ കഴിയുന്നത്? അങ്ങനെയില്ല കേട്ടോ. നമ്മുടെ ഭൂരിഭാഗം അസുഖങ്ങളും വരുന്നത് ഈ മെൻ്റൽ ടെൻഷൻ കൊണ്ടാണ്. എത്രമാത്രം നമ്മൾ ടെൻഷൻ കൂടും നമുക്ക് അത്രയും അസുഖങ്ങൾ കൂടും. ഇനിയിപ്പോൾ അഥവാ നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് തന്നെ ഒരു അസുഖം ഉണ്ടെന്ന് വിചാരിക്കാം, അതിൽ നമ്മൾ ടെൻഷൻ അടിക്കാൻ നമ്മുടെ അസുഖം പിന്നെയും കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ആ ടെൻഷൻ ഇല്ലാണ്ടാക്കിയാൽ നമ്മൾ കഴിക്കുന്ന മരുന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ഫലിക്കും, അസുഖങ്ങൾ മാറാൻ അത് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ആ ടെൻഷനെ ഇല്ലാണ്ടാക്കുകയാണ് സംഗീതം ചെയ്യുന്നത്. മെഡിസിൻ നിർത്താനേ പാടില്ല. നമ്മൾ ആ മരുന്ന് കൊടുത്തോണ്ടിരിക്കുമ്പോൾ എത്ര മരുന്ന് കഴിച്ചാലും എൻ്റെ അസുഖം മാറുന്നില്ല എന്ന് പറയുന്നില്ലേ. അപ്പോൾ ഇത് ഈ വിത്ത് മ്യൂസിക് തെറാപ്പി ആണെങ്കിൽ അസുഖം പെട്ടെന്ന് കൗൺസിലിംഗ് പോലെ പെട്ടെന്ന് ഭേദം, മരുന്നിന് പെട്ടെന്ന് എഫക്റ്റ് വരും. അതാണ് അതിൻ്റെ ഒരു ഗുണം. പിന്നെ ചില അസുഖങ്ങളൊക്കെ നമുക്ക് മരുന്നില്ലാതെ തന്നെ മാറ്റാൻ പറ്റും. അത് എന്താ പറയുക, ഇപ്പോൾ ഓട്ടിസത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ മ്യൂസിക് കണ്ടിട്ടില്ലേ, ഒരു കുട്ടികൾ പാടുന്ന ഓട്ടിസം, അത് അവർക്ക് പെട്ടെന്ന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാറുണ്ട്. അത് ഭയങ്കര ഇതാണ്. അതുപോലെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവർക്കൊക്കെ മ്യൂസിക് തെറാപ്പി നല്ല എഫക്റ്റീവാണ്. പിന്നെ ഈ മെൻ്റൽ ടെൻഷൻ എന്ന് വെച്ചാൽ ചിലർ ടെൻഷൻ കാരണം ചിലപ്പോൾ കുറച്ചൊരു എന്താ പറയുക നോർമൽ കണ്ടീഷനിൽ നിന്ന് മാറിയൊരു അങ്ങനെ ആവുന്ന ആ അവസ്ഥയിലുള്ളവർക്ക് മറ്റേ മെമ്മറി പ്രോബ്ലംസിന് അതിനൊക്കെ നല്ലതാണ് മ്യൂസിക്. എന്തൊക്കെ മ്യൂസിക്കാണ് ഇതിന് നമ്മൾ ചെയ്യുന്നത്? അങ്ങനെ പ്രത്യേക വിഭാഗമുണ്ടോ? അതല്ല, മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞാൽ അതിനുള്ള കുറേ ടൈപ്പ് ഓഫ് മ്യൂസിക് തെറാപ്പി ഉണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ഗൈഡഡ് ഇമേജറി, മെഡിറ്റേഷൻ, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതാണ് വേണ്ടതെന്ന് ഒരു മ്യൂസിക് തെറാപ്പിസ്റ്റിന് മാത്രമേ
കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു പേഷ്യൻറ്റിനെ കാണുമ്പോൾ അവരുടെ ഫാമിലിയായിട്ട് സംസാരിക്കും, പേഷ്യൻ്റായിട്ട് സംസാരിക്കും. എന്നിട്ട് അവരുടെ മെൻ്റൽ കണ്ടീഷനും ഫിസിക്കൽ കണ്ടീഷനും അനുസരിച്ചിട്ടാണ് ഏതൊക്കെ ടൈപ്പ് മ്യൂസിക് വേണം, എന്തൊക്കെ വേണം നമ്മൾ തീരുമാനിക്കുക. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് നമുക്ക് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? എന്തൊക്കെയാണ് ഒന്ന് രണ്ട്? എൻ്റെ അടുത്ത് കുറച്ച് കുട്ടികളെ ഇപ്പോൾ ആ കുട്ടികളിപ്പോൾ കൂടുതൽ പഠിക്കാനായിട്ട് പോയി. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് കുട്ടികളെ കൊണ്ടുവന്നിരുന്നു, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ, പിന്നെ ഇതുപോലെ ഓട്ടിസം ഉള്ള കുട്ടികളെ. അവർക്കൊക്കെ എൻ്റെ അടുത്ത് ആ പാരൻസ് തന്നെ നല്ല സന്തോഷത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് മാം, ഇത് ചെയ്തതിന് ശേഷം നല്ല ഇമ്പ്രൂവ്മെൻറ്റ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച 2 കുട്ടികളെ കൊണ്ടുവന്നിരുന്നു. അവർക്ക് ഞാനിപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ. ഇങ്ങനെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ വന്നിരുന്നിട്ടേ നമുക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് അവരെ നമ്മൾ ഒന്ന് ഇരുത്തി കിട്ടാൻ. പക്ഷേ ഇവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്ന് നമ്മൾ അവരുടെ ഒപ്പം കളിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് അവരുടെ ഒപ്പം ആക്റ്റീവായി നിന്നിട്ട് നമ്മൾ ഈ മ്യൂസിക് അതിനൊപ്പം കൊടുക്കുമ്പം അവർ പതുക്കെ പതുക്കെ കാം ഡൗൺ ആയി അതിലേക്ക് വരുന്നുണ്ട്. അതാണ് നമുക്കൊരു അങ്ങനെ പതുക്കെ പതുക്കെ അവരെ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. സംഗീതം എന്ന് പറഞ്ഞാൽ എന്നെ ചെറുപ്പത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയുടെ ഇത് പറയുകയാണെങ്കിൽ, ഞാൻ ചെറുപ്പത്തിൽ ഒരു 3 വയസ്സ് തുടങ്ങി ഞാൻ പാടി തുടങ്ങിയതാണ്. അപ്പോൾ റേഡിയോയിൽ കേൾക്കുന്ന പാട്ട് മൂളിക്കൊണ്ട് അടങ്ങുക. എനിക്ക് വായി തോന്നിയ വാക്കുകൾ ഞാൻ പറയും. എന്നുവെച്ചാൽ ലിറിക്സ് ഒന്നും കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല, വായി തോന്നിയ വാക്കുകൾ പറയും. അപ്പോൾ അമ്മയാണ് പറഞ്ഞത്, അവൾ പാടും. അമ്മ പാട്ട് പഠിച്ചിട്ടുണ്ട്. അവർ പണ്ട് ചെറുപ്പത്തിൽ അങ്ങനെയാണ്, പെൺകുട്ടികൾ ഒരു പ്രായമൊക്കെ കഴിഞ്ഞാൽ പാട്ട് പഠിക്കാൻ വിടില്ല. അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ആഗ്രഹം അമ്മയുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അവൾ നന്നായിട്ട് പാടും, അവളെ പാട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഏയ് പിള്ളേർ അങ്ങനെ പ്രായത്തിൽ പലതും കാണിക്കും, സിനിമ പാട്ടൊക്കെ പാടും, അത് സീരിയസ് ആയിക്കൊള്ളുന്നില്ല എന്ന് പറഞ്ഞു. എൻ്റെ അച്ഛൻ നന്നായിട്ട് പാടും കേട്ടോ. എന്നിട്ടാണ് പറഞ്ഞത്. അപ്പം സ്കൂളിൽ പോയപ്പം കോമ്പറ്റീഷൻ, ഞാനന്ന് 5th എങ്ങാണ്ട് പഠിക്കാം, കോമ്പറ്റീഷന് വേണ്ടി സെലക്ഷൻ നടത്തുക. പാടാൻ വിളിച്ചപ്പോൾ എനിക്ക് തോന്നി ഞാൻ പാടുന്നു. ഞാൻ അങ്ങനെയാണ് എല്ലായിടത്തും കയറി പാടുന്നത്. പോയി അങ്ങ് ചെന്ന് പാടി കഴിഞ്ഞപ്പോൾ ശ്രീലതയ്ക്കാണ് ഫസ്റ്റ് എന്ന് വന്ന് പറഞ്ഞു. സാറ് വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞു, അവൾ അസലായിട്ട് പാടിയിട്ടോ, അതുകൊണ്ട് അവളെ പാട്ട് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ അച്ഛൻ എന്നെ പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയത്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ പിന്നെ അച്ഛൻ മനസ്സിലാക്കി എൻ്റെ ആ പാട്ടിലുള്ള ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കോമ്പറ്റീഷൻ ആകുമ്പോൾ അച്ഛൻ വരും എൻ്റെ കൂടെ. അച്ഛനാണ് എനിക്ക്. അതുപോലെ പിന്നെ എനിക്ക് അച്ഛന് മ്യൂസിക് തെറാപ്പി, അതെങ്ങനെ അന്ന് മ്യൂസിക് തെറാപ്പി എന്താണെന്ന് എനിക്കറിയില്ല. അച്ഛന് വയ്യാണ്ടായിരുന്നു, അച്ഛന് ബോൺ ട്യൂമർ വന്നു. എന്നിട്ട് അത് സ്പ്രെഡ് ചെയ്തായിരുന്നു ആകെ. അപ്പോൾ അച്ഛൻ വീക്കായിട്ടുള്ള കണ്ടീഷനാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറയും, ഞാനിങ്ങനെ ഓരോ കൃതികളിങ്ങനെ പാടുമ്പോൾ അച്ഛൻ പറയും ഇങ്ങനെ അതങ്ങനെ എന്തെങ്കിലും തെറ്റുമെന്ന് അച്ഛന് മനസ്സിലാവും. അത് അവിടെ അങ്ങനെ അല്ലല്ലോ, അത് എങ്ങനെയാണ് എനിക്ക് തോന്നണമെന്ന് പറയും. പക്ഷെ അത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് വെളുപ്പിന് 5 മണി 4 മണി ആ സമയത്തൊക്കെ എന്നെ അച്ഛനെ വിളിച്ചുകൊണ്ടി പ്രാക്ടീസ് ചെയ്യാൻ വിളിക്കും. അച്ഛനായിരുന്നു എന്നെ വിളിച്ചുകൊണ്ടിരുന്നു മുഴുവൻ. എന്നിട്ട് പറയും പാട്ടിൻ്റെ അവിടെ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് അവിടെ എന്ന് പറയും. അങ്ങനെ കറക്റ്റ് ചെയ്ത് തന്നിരുന്നു. പിന്നെ അച്ഛൻ ഇങ്ങനെ വയ്യാണ്ടായപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ക്ഷീരസാഗര ശയന അത് പാട് നീ, അങ്ങനെയാണ് അച്ഛൻ പറയാം. ആ ക്ഷീരസാഗര ശയനം ഒന്ന് പാടിയെന്ന് പറയും. ഞാൻ പാടി അച്ഛനറിയാം അച്ഛൻ പോവുകയാണെന്ന്. പാടി അങ്ങോട്ട് ഒരു പല്ലവി അങ്ങോട്ട് പാടിക്കുമ്പോഴത്തേക്കും ഒറ്റ കരച്ചില്ല. താരകനാമ അവിടെ അങ്ങോട്ട് പാടുമ്പോഴത്തേക്കും അച്ഛൻ അങ്ങോട്ട് കരയും ഭയങ്കരമായിട്ടിരുന്നു, ഞാനും കരയും കൂടെ. പക്ഷെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അച്ഛൻ സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങും. അപ്പോൾ അപ്പോഴാണ് ഞാൻ ഈ രാഗങ്ങളുടെ കൂടുതൽ ആ ഡെപ്ത് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഇതിലേക്ക് കൂടുതലായിട്ട് സീരിയസ് ആയിട്ട് ഇറങ്ങാനുള്ള കാരണം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ സംഗീതം എങ്ങനെ മനസ്സിനെ സ്വാധീനിക്കുന്നുള്ളതും അതിലൂടെ എങ്ങനെ അസുഖങ്ങളെ മാറ്റുന്നുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. ക്ഷീര സാഗര ശയന നന്നു ക്ഷീര സാഗര ശയന നनु ക്ഷീര സാഗര ശയന നनु ചിന്തല ബേട്ട വാലേ ഓ രാമ ക്ഷീര സാഗര
ശയന നനു ചിന്തല ബേട്ട വാലേന ഓ രാമ ക്ഷീര സാഗര ശയന അതിൻ്റെ ചരണത്തിലുണ്ട് താരക നാമ ത്യാഗരാജ അർച്ചിത താരക നാമ ത്യാഗരാജ അർച്ചിത. അവിടെ എത്തുമ്പോഴാണ് എൻ്റെ അച്ഛൻ വല്ലാതെ കരയാം. അപ്പം എനിക്കും ഇപ്പോൾ പാടുമ്പോൾ അതെനിക്കത് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, ഞാൻ പാടാറുണ്ടായിരുന്നില്ല, കുറേ കാലമായിട്ട് ഞാൻ പാടാറുണ്ടായിരുന്നില്ല. അത് പാടുമ്പോൾ എനിക്കിതെല്ലാം ഓർമ്മ വന്ന് ഞാൻ കരയുമായിരുന്നു. പിന്നെ പതുക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ തന്നെ ഇത് പാടിപ്പാടി ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് റിക്കവർ ചെയ്ത് വന്നു. അങ്ങനെയാണ്. അതൊരു ഭയങ്കര എഫക്റ്റ് ആ രാഗത്തിന് കേട്ടോ, ദേവകാന്താരി. ഭയങ്കര ഒരുപാട് പേർക്ക് അത് ഇഷ്ടമുള്ളതുകൊണ്ട് എൻ്റെ അടുത്ത് മിക്കവരും പറയും, ടീച്ചർ അതൊന്ന് പാടൂ, ചിലപ്പോൾ വന്നിരിക്കുമ്പോൾ ചോദിക്കും. അങ്ങനെ ചില രാഗങ്ങൾക്ക് ഭയങ്കര ഒരു പവറാണ്. എനിക്ക് തോന്നുന്നു കൂടുതലും ഈ ആൾക്കാരെ സ്വാധീനിക്കാൻ പറ്റുന്ന രാഗങ്ങളില്ലേ, കൂടുതൽ ഫീല് തരുന്ന രാഗങ്ങൾ, അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് മ്യൂസിക് തെറാപ്പിയിൽ. എന്നാൽ കുട്ടികൾക്കില്ലേ, അവർക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഇടിച്ചു പൊളിച്ചുള്ള പാട്ടുകളില്ലേ, അങ്ങനത്തെ എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ അങ്ങനത്തെയൊക്കെ പാട്ടുകളില്ലേ, അതങ്ങനത്തെ പാട്ടുകളൊക്കെ ആയിരിക്കും അവർക്ക് കുറച്ചുകൂടെ രസമായിട്ട് തോന്നാം. അപ്പോൾ നമ്മൾ അങ്ങനത്തെ പാട്ടുകൾ അങ്ങനെ സെലക്ട് ചെയ്യണം. ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം. അതാണ്. അതിൽ അങ്ങനെ ഒരു വേർതിരിവ് ഒന്നും സംഗീതത്തിലില്ല. അല്ല, മ്യൂസിക് തെറാപ്പിയിൽ അങ്ങനെ ഇല്ല. പേഷ്യൻസിന് ഏത് കൊടുത്താലാണോ അവർക്ക് ഗുണം ഉണ്ടാവുക അത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ചിലർക്ക് നാടൻ പാട്ട് കേൾക്കുന്നതിലായിരിക്കും സുഖം, ചിലർക്ക് സ്തുതികൾ, ഇപ്പോൾ ഈ സ്തോത്രങ്ങൾ കേൾക്കുന്നതായിരിക്കും, ചിലർക്ക് മന്ത്രങ്ങളായിരിക്കും, ഗായത്രി മന്ത്രം അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമമില്ലേ അത് കേൾക്കുന്നതായിരിക്കും ചിലർക്ക് സുഖം. അങ്ങനെ ഓരോരുത്തരുടെ ആ ഇഷ്ടമനുസരിച്ച് നമ്മൾ, ഇഷ്ടം എന്ന് വെച്ചാൽ അവർക്ക് എഫക്റ്റീവ് ആവുന്ന എന്താണോ, എനിക്കിപ്പോൾ ഒരു പാട്ട് ഇഷ്ടമാണെന്ന് വെച്ചാൽ അത് എൻ്റെ ശരീരത്തിൽ പ്രവർത്തിച്ചോളണമെന്നില്ല. അത് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ഒരു തെറാപ്പിസ്റ്റിന് മനസ്സിലാക്കാൻ പറ്റുക എന്തൊക്കെ ചേഞ്ചസ് വരുന്നുണ്ടെന്ന്. ഇഷ്ടപ്പെട്ട ഒരു കീർത്തനം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി. നമ്മൾ റിയാലിറ്റി ഷോയിലൂടെ തന്നെ വേണം പറയാനായിട്ട്. നഗുമോ, അത് ഭയങ്കര പ്രശസ്തമായ ഗാനമാണ് ചിത്രം സിനിമയിലൂടെ വന്നിട്ട്. അപ്പോൾ അതിലുള്ള ആ നഗുമോ, ആ രാഗം ആബേരിയാണ്. അതിനൊരു പ്രത്യേക ഒരു എന്താ ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള രാഗമാണത്. അപ്പോൾ അതിനകത്ത് ഈ നഗുമോ മൂഗനലേ నీనజాలి తెలిసి నగుమో మూగనలే నీనజాలి తెలిసి. അതിൻ്റെ ഉള്ളിൽ തന്നെ ആ പല വെറൈറ്റി മ്യൂസിക് പറയുകയാണ് ഞാൻ. നമ്മൾ പാടുമ്പോൾ ഇപ്പോൾ സോപാന സംഗീതം പറയണം, കറുകരെ നിറമൊത്ത തിരുമുടി ചുരുളിൽ നിറമയിൽ പീലിച്ചൂടും മുകുന്ദ ഞാൻ തൊഴുന്നേൻ. അതാ ഒരു ഭയങ്കര ഫീലാണ് അത് കേൾക്കുമ്പം. അതുപോലെ തന്നെ ദേവദുന്ദുഭി സാന്ദ്രലയം ദിവ്യ വിഭാത സോപാന രാഗലയം, ഒരു പ്രത്യേക ഫീലല്ലേ. അപ്പോൾ അത് ആബേരി രാഗത്തിൻ്റെ. അതുപോലെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള രാഗമാണ്. അത് കൂടുതൽ പേർക്ക് പേഷ്യൻസിന് അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഭാഗ്യശ്രീക്ക് ഒരു ഭയങ്കര പവറാട്ടോ. എൻ്റെ അടുത്ത് ഒരു 3 പേഷ്യൻസ്, 2 പേര് ഓൺലൈനായിരുന്നു.
ഈ തെറാപ്പിക്ക് വന്നിരുന്നത്. അതിൻ്റെ ഉള്ള അവർക്ക് ഈ ഭാഗ്യശ്രീ അപ്ലൈ ചെയ്തിട്ട് ഭയങ്കര സീരിയസ് ആയിട്ടാണ് ആ വ്യക്തി എൻ്റെ മുമ്പിൽ വന്നിരുന്നത്. ഞാൻ ചോദിക്കണതിന് ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനെ മുഖം കറുപ്പിച്ച് അതിന് താല്പര്യമില്ലാത്ത പോലെ ആരൊക്കെയോ കമ്പൽ ചെയ്തിട്ട് വന്നിരിക്കണം ആ പുള്ളി. അപ്പം ഞാൻ പാടിയിട്ട് അവിടെ നിന്നിട്ട് ഞാൻ ശ്രുതി ഇട്ടിട്ട് ആദ്യം ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ പുള്ളിയോടൊന്ന് നോർമലായിട്ട് സംസാരിച്ച് വന്നു തുടങ്ങിയപ്പോൾ ഞാൻ ഈ കണ്ടേൻ 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 സീതയെ കണ്ടേൻ രാഘവ ഞാൻ കണ്ടേൻ 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 സീതയെ കണ്ടേൻ രാഘവ ഞാൻ. അത് കർണാട്ടിക്കാണത്. അതുപോലെ തന്നെ കാവടിയാടി വന്ന് സ്കന്ദായൻ മനമുരുകി കണ്ണീർ വഴിന്തോടുതേ മുരുക കാവടിയാടി വന്ന് സ്കന്ദായൻ മനമുരുകി കണ്ണീർ വഴിന്തോടുതേ മുരുക മുരുക. ആ വ്യക്തി അവിടെ ഇരുന്ന് കരഞ്ഞു. അതുപോലെ തന്നെ ഫിലിം സോങ് ഉണ്ട് കേട്ടോ അതിനകത്ത്. നമുക്ക് ചിലർക്ക് കർണാട്ടിക് മ്യൂസിക് ഇഷ്ടം ഉണ്ടാവില്ല, അല്ലാത്തവർക്ക് അങ്ങനെയുള്ളവർക്ക് ഫിലിം സോങ് കൊടുക്കാം. ആജരേ परदेसी मैं तो कब से खड़ी इस पार ये अखियाँ थक गए पंथ निहार आजा रे परदेसी. ഫിലിം സോങ് പറയുകയാണെങ്കിൽ ചന്ദനം മണക്കുന്ന പൂന്തോട്ടം ചന്ദ്രിക മെഴുകിയ മണിമുറ്റം, അതൊരു പാട്ടാണ്. കാശ്മീര സന്ധ്യകളെ കൊണ്ടുപോരൂ എൻ്റെ ഗ്രാമസുന്ദരിക്കൊരു, അത് നല്ലൊരു പാട്ടാണ്. അങ്ങനെ കുറേ പാട്ടുകളുണ്ട്. ഹിന്ദി വേണമെങ്കിൽ ഹിന്ദി, മലയാളം വേണമെങ്കിൽ മലയാളം. അങ്ങനെ ഫിലിം സോങ് ഇഷ്ടമുള്ളവർക്ക് അത് കൊടുക്കാം. അല്ല ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് ആണ് ഇഷ്ടമുള്ളവർക്ക് അത് അപ്ലൈ ചെയ്യാം. ഇനി കർണാട്ടിക് മ്യൂസിക് ഇഷ്ടമുള്ളവർക്ക് അത് അപ്ലൈ ചെയ്യാം. അപ്പോൾ പേഷ്യൻസിൻ്റെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ മ്യൂസിക് അപ്ലൈ ചെയ്യും. അങ്ങനെയാണ്. എത്രത്തോളം എഫക്റ്റീവാണ് അല്ലെങ്കിൽ എത്ര നാളുകൾക്കുള്ളിലാണ് ഈ ഒരു അങ്ങനെ അതും ഇതുപോലെ തന്നെ ആളുകളെ മെൻ്റൽ കണ്ടീഷൻ ഫിസിക്കൽ കണ്ടീഷൻ അനുസരിച്ചിരിക്കും. ചിലരുടെ ഇപ്പം എനിക്കിപ്പോൾ ഓരോ രാഗങ്ങളെ വെച്ച് പറയുകയാണെങ്കിൽ പല ടൈപ്പ് മ്യൂസിക് തെറാപ്പി ഉണ്ട്. ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഇംപ്രൊവൈസേഷൻ ചെയ്തിട്ടുള്ള അങ്ങനെ മ്യൂസിക് തെറാപ്പി ഉണ്ട്. ഇപ്പോൾ സോങ് റൈറ്റിംഗ് അതുണ്ട്. അങ്ങനെ പല ടൈപ്പ് മ്യൂസിക് തെറാപ്പി ഉണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു സംഗീതത്തിലൂടെ ഒരു മ്യൂസിക് തെറാപ്പി കൊടുക്കുമ്പം ഒരു പേഷ്യൻ്റ് ഇപ്പോൾ എനിക്കിപ്പോൾ മോഹന രാഗം നല്ല ഇഷ്ടമാണ്, എനിക്കത് പെട്ടെന്ന് എഫക്റ്റീവ് ആണെന്ന് വെച്ചാൽ, പക്ഷെ വേറൊരു ആൾക്കത് അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. എനിക്കിപ്പോൾ എൻ്റെ മെൻ്റൽ കണ്ടീഷൻ അത് യോജിക്കുമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ആ രാഗം എനിക്ക് സ്യൂട്ടബിൾ ആവും, അല്ലാത്തവർക്ക് അത് പറ്റാതെ വരും. അതാണ്. അപ്പോൾ ആളെ ഇരുത്തി നമ്മൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം മ്യൂസിക് തെറാപ്പി അപ്ലൈ ചെയ്യാൻ. എന്താണ് ഇനി ഭാവി ഇതിനെക്കുറിച്ചുള്ളൊരു സാധ്യതകൾ എന്ന് പറയുന്നത്? എന്താണ് വിഷൻ എന്ന് പറയുന്നത്? ഇപ്പോഴത്തെ എൻ്റെ ഇതെന്താ വെച്ചാൽ ഞാനും പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കൂടുതലും കണ്ടിരിക്കണേ മെൻ്റൽ ടെൻഷൻ കൊണ്ടാണ് കൂടുതലും അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർ ഇത് ടെൻഷൻ കൂടുന്തോറും ഈശ്വരനിലേക്ക് അടുത്തുകൊണ്ടിരിക്കണേ. ഏറ്റവും നമ്മൾ പല പല വഴികൾ നോക്കും, ഒന്നും ഫലിക്കാണ്ട് നമ്മൾ ഈശ്വര എന്ന് വിളിച്ചിട്ട് അങ്ങോട്ട് പോവുക. അപ്പോൾ ഇപ്പം ഞാൻ കണ്ടിട്ടുള്ളത്, ഞാനിപ്പോൾ സ്തോത്രനാമ സങ്കീർത്തനം എന്ന് പറഞ്ഞിട്ടൊരു എന്ന് വെച്ചാൽ ശങ്കരാചാര്യരെയൊക്കെ സ്തോത്രങ്ങൾ ചെറിയ ട്യൂൺ കൊടുത്തിട്ട്, അത് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള സ്തോത്രങ്ങളാണ് സാൻസ്ക്രിറ്റ്. സാൻസ്ക്രിറ്റ് ശബ്ദങ്ങൾക്ക് ഭയങ്കര പവറാണ്. നമ്മളിപ്പം കൃഷ്ണനോട് സംസാരിക്കുമ്പം ഞാനിപ്പം നല്ല സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ സംസാരിക്കും, കൃഷ്ണ അത് കേട്ടിരിക്കാനും അതിൽ ഒരു സുഖം കിട്ടും ഇല്ലേ. അതേസമയം നിങ്ങൾ എന്താ ഒരു ഭയങ്കര ഷൗട്ട് ചെയ്യുക അല്ലെങ്കിൽ ടെൻഷൻ അടുപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് അവരോട് സംസാരിക്കണം തോന്നില്ല, അങ്ങനെയല്ലേ. അപ്പോൾ ആ ഒരു എഫക്റ്റാണ് ഈ സംഗീതത്തിനുള്ളത്.
സംഗീതം ആ ടൈപ്പ് അനുസരിച്ചുള്ള സംഗീതം അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടും. അപ്പോൾ ചെറിയ ചെറിയ രാഗങ്ങൾ ഈ സ്തോത്രങ്ങൾക്ക് കൊടുത്തിട്ട് ചെയ്യുമ്പോൾ സാൻസ്ക്രിറ്റ് അക്ഷരങ്ങൾ അത്രയും പവർഫുള്ളാണ്. ഈ പവർഫുള്ളായിട്ടുള്ള ഈ ഓരോ സ്വരങ്ങളും ഓരോ അക്ഷരങ്ങളും ശരിക്കും സൗണ്ട് തെറാപ്പിയോടും കൂടി ഇൻക്ലൂഡഡ് ആണ് ഇതിനകത്ത്. ഞാൻ ഉച്ചരിക്കുന്ന ഓരോ ശബ്ദങ്ങൾക്ക്, ഇപ്പോൾ ആ എന്നുള്ള ശബ്ദം, കാ എന്നുള്ള ശബ്ദം, റ് എന്നുള്ള ശബ്ദം, അങ്ങനെ ഓരോ ശബ്ദങ്ങൾക്കും ഓരോ വൈബ്രേഷൻസാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ പറ്റുക. ആ വൈബ്രേഷൻസ് ഉണ്ടാക്കുന്നത് അത് രാഗവും കൂടി മിക്സ് ചെയ്താകുമ്പോൾ അതിന് പവർ കൂടും. സാൻസ്ക്രിറ്റ് ശബ്ദങ്ങൾ ദേവഭാഷ എന്ന് പറയുന്നത് സംസ്കൃതം ദേവഭാഷയാണ്. ആ സംസ്കൃതത്തെ ഒരു ചെറിയ ട്യൂണും കൂടി കൊടുത്ത് നമ്മൾ കൊടുക്കുമ്പം അതിന് കൂടുതൽ പവറാണ്. അപ്പോൾ എൻ്റെ അടുത്ത് 80 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ വരെ പഠിക്കാൻ വരുന്നുണ്ട്, സ്തോത്രങ്ങൾ പഠിക്കാൻ. അവർ വന്നിരിക്കുമ്പോൾ പറയണേ, എന്തൊരു സുഖമാണ് ടീച്ചറെ ഇവിടെ വന്നിരിക്കുമ്പോൾ, ഞങ്ങൾക്കൊരു വല്ലാത്തൊരു സുഖമാണ് ലഭിച്ചത്, എന്താണെന്നറിയില്ല. അങ്ങനെ പിന്നെ അത് മാത്രമല്ല, വേറൊന്നും കൂടെ ഉണ്ട്. ഭഗവാന്റെ മുമ്പിൽ വന്നിരുന്ന് അത്രയും പാടുമ്പോൾ ഉണ്ടല്ലോ, ഒന്നും അറിയണില്ല ജീവിതത്തിൽ എന്നാണ് പറയണത്. അതൊരു വേറൊരു ഇതിലൂടെ ഒരു തെറാപ്പിയാണ് ഞാൻ ശരിക്കും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ അതിലാണ് ഇപ്പോൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മന്ത്രങ്ങളും ഈ സ്തോത്രങ്ങളും അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുമ്പ് മ്യൂസിക് വെച്ചിട്ടില്ലായിരുന്നു, ഇപ്പം മന്ത്രങ്ങളും സ്തോത്രാസം വെച്ചിട്ടാണ്. എനിക്ക് അതിൽ കൂടുതൽ ഇത് വരുത്താൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ഇപ്പോൾ പലരിലും അത് നല്ല ഒരു ഇമ്പ്രൂവ്മെൻ്റ് വരുത്തിയിട്ടുണ്ട്. ഈ മ്യൂസിക് തെറാപ്പി കൂടുതലും പുറത്തൊക്കെയാണ് കൂടുതലും കേട്ടു തുടങ്ങിയത്. അവിടെ നിന്നാണോ നമ്മുടെ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് ഈ ഒരു വന്നത്, അതോ ഇവിടെയാണോ ഇതിന്റെ ഒരു? അല്ല, ഇവിടെയാണ് എൻ്റെ ബേസ് വരുന്നത്. ത്യാഗരാജ സ്വാമി, ശ്യാമശാസ്ത്രികൾ, ഇവരൊക്കെ സംഗീതത്തിലെ ഏറ്റവും സംഗീത ത്രിമൂർത്തികൾ എന്ന് പറയുന്നവരാ. ത്യാഗരാജസ്വാമി തൻ്റെ ശിഷ്യന് കടുത്ത വയറുവേദന വന്നിട്ട് സഹിക്കാൻ പറ്റാതിരുന്നപ്പം ആ വയറുവേദന മാറാനായിട്ട് സ്മരാമിഹം സദാരാഹും എന്നുള്ളൊരു കൃതി രചിച്ച് പാടി ആ ശിഷ്യൻ്റെ വയറുവേദന മാറ്റിയെന്ന് നമ്മുടെ തിയറിയിലൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് സംഗീതത്തിന്, അത് നമ്മളതിനെ ഇപ്പം എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ കേരളീയരും ഭാരതത്തിലുള്ളവരും അതിന് വില വയ്ക്കില്ല. പുറത്ത് കൊണ്ടുപോയി ഫോറിനേഴ്സാണ് ഇതിന് ഇന്ന വാല്യൂ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ അയാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ എടുക്കുക. പക്ഷെ നമ്മളിൽ തന്നെയുണ്ട് എല്ലാത്തിൻ്റെ ആ ഒരു എല്ലാ സമ്പത്തും നമുക്ക് തന്നെയുണ്ട്. അത് പുറത്തുള്ളവർ കൊണ്ടുപോയിട്ടാണ് അതിൻ്റെ വില മനസ്സിലാക്കുന്നതെന്നുള്ളൊരു അതാണ് ഒരു സങ്കടമുള്ളത്. ഇപ്പോൾ കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവർ ഇതിലേക്ക് വരുന്നു എന്ന് പറയുന്നു. ഈ മ്യൂസിക് തെറാപ്പിയിലേക്കുള്ള ആളുകളുടെ ഒരു വരവ് എങ്ങനെയാണ്? ഒത്തിരി പേരുണ്ടോ? അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ ആളുകളുടെ ഒരു താല്പര്യം എങ്ങനെയാണ്? എൻ്റെ മ്യൂസിക് തെറാപ്പി ഞാൻ വർക്ക്ഷോപ്പ് നടത്താറുണ്ടായിരുന്നു. മ്യൂസിക് തെറാപ്പി ഒരു 1 ഡേ വർക്ക്ഷോപ്പ് നടത്തും. അപ്പോൾ അതിൻ്റെ ഉള്ള 1 ഡേ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത 2 പേര് ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഒന്നൊരു വീണ സുകുമാർ, അഞ്ജു എന്ന് പറഞ്ഞിട്ട് 2 പേരുണ്ട്. അവരിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടുതൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും ആ ഒരു 1 ഡേ കൊണ്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുക്കുന്ന അവർക്കുള്ള ഉണ്ടാവുന്ന ആ ഒരു മാറ്റം കൊണ്ടാണ് അവർ അതിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള കാരണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ആൾക്കാരിലേക്ക് കൂടുതൽ എത്തിയാൽ അവരതിലേക്ക് വരുന്നതാണ് അതിൽ ഉറച്ച വിശ്വാസമുണ്ട്. എന്ന് വെച്ചാൽ മുമ്പത്തേക്കാൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻ്റ് ഇപ്പോൾ ഉണ്ട്. മുമ്പ് സംഗീതം കൊണ്ട് അങ്ങനെ അസുഖം മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നവർ ഇപ്പോൾ ടീച്ചർ ആ സംഗീതം കേട്ടിട്ട് എനിക്ക് നല്ല സുഖം അങ്ങനെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വ്യത്യാസം അവർ മനസ്സിലാക്കി തുടങ്ങി. ഇപ്പോൾ ഒരു വീട്ടമ്മ, മ്യൂസിക് തെറാപ്പിസ്റ്റ്, അധ്യാപിക, ഇങ്ങനെ പല മേഖലകളാണ്. അതിനോടൊപ്പം ആധ്യാത്മികമായിട്ടുള്ള ഭജനകൾ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മാനേജിങ് വരുന്നത്? കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് പറഞ്ഞു, ഭർത്താവിന്റെ സപ്പോർട്ട് വളരെ വലിയ സപ്പോർട്ടാന്ന് പറഞ്ഞു. ഒപ്പം തന്നെ എങ്ങനെയാണ്? വലിയ സപ്പോർട്ടാണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ പല കാര്യങ്ങൾക്ക് പോകുമ്പം വീട്ടിലെ കാര്യങ്ങൾ ഭൂരിഭാഗം നോക്കുന്നത് എൻ്റെ അമ്മയാണ്. ഏജ്ഡാണ് അമ്മ, പക്ഷെ എല്ലാം അത് വേണ്ട പോലെ ചെയ്യും. പിന്നെ മോള് നന്നായി പാടും. പക്ഷെ അവൾ പറയുന്നത് മ്യൂസിക് എൻ്റെ പ്രൊഫഷൻ അല്ല അമ്മേ, എനിക്ക് പാടാൻ തോന്നുമ്പോൾ ഞാൻ പാടും, പക്ഷേ എൻ്റെ പ്രൊഫഷൻ അതല്ല എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ കൂടുതൽ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. പക്ഷേ എൻ്റെ അടുത്ത് പാട്ട് പഠിക്കുന്നുണ്ട്. എല്ലാ ഫ്രൈഡേസും ക്ലാസ്സുകളിൽ വന്നിരിക്കും. അപ്പോൾ അവൾക്ക് താല്പര്യമുള്ള പാട്ടുകൾ കോളേജിലൊക്കെ, അപ്പോൾ അവളും അതിന് സപ്പോർട്ടാണ്. ഞാൻ പ്രോഗ്രാമിന് പോകുന്നതിനൊന്നും അവൾക്കൊരു ഇതുമില്ല. അമ്മയും സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ കൂടെ എപ്പോഴും എല്ലാ പ്രോഗ്രാംസിന് എല്ലാവിധ എൻകറേജ്മെൻറ്റും തന്ന് കൂടെ വരുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമാണെന്ന് തന്നെ പറയണം. സോപാന സംഗീതം ഈ അടുത്ത് അരങ്ങേറ്റം കഴിഞ്ഞതായിട്ട് കണ്ടു. എങ്ങനെയാണ് ഈ സോപാന സംഗീതം എന്നുള്ളൊരു രംഗത്തേക്ക്? ശ്രീ ഏലൂർ ബിജുവിനെ എനിക്ക് പണ്ട് മുതലേ അറിയാം. ഞാനവിടെ ഏലൂരാണ് താമസിച്ചിരുന്നത്. അവിടെ നാറാണത്തെ ക്ഷേത്രത്തിൽ ബിജു ഉണ്ടായിരുന്നു. അവിടെ അന്ന് ചെറിയ കുട്ടിയാണ്, ഞാനും കുറച്ച് മുതിർന്നാണ്, ഒരു
10 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടെന്ന് ഞങ്ങൾ തമ്മിൽ. അപ്പം അന്ന് ഞാൻ സ്കൂളിൽ പോകുമ്പോഴൊക്കെ കോളേജിൽ പോകുമ്പോഴും ഒക്കെ ബിജുവിനെ അവിടെ കാണാം. ഒന്നാമത് എനിക്ക് ഈ ഫീല് വരുന്ന പാട്ടുകളിനോട് എനിക്ക് ഭയങ്കര കമ്പമാണ്. കാരണം ബോംബെ ജയശ്രീ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബോംബെ ജയശ്രീ നല്ല ഫീൽ കൊടുത്തേ പാടുള്ളൂ. അപ്പോൾ അതിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഈ ബിജുവിൻ്റെ പാട്ട് കേൾക്കാൻ തുടങ്ങിയപ്പം ബിജു നല്ലോണം എന്താ പറയുക അനുഭവിച്ചുകൊണ്ടാണ് പാടുക. സംഗീതത്തെ ഇങ്ങനെ നല്ലൊരു ശബ്ദവുമാണ് ബിജുവിൻ്റെ. ഇങ്ങനെ കൃഷ്ണനെ നമ്മൾ മുന്നിൽ കാണിച്ചു തരും, അതുപോലെയാണ് ബിജു പാടുന്നത്. അപ്പോൾ ആ പാട്ട് കേട്ടാണ് എനിക്ക് അതിനോട് ഇഷ്ടം തോന്നി തുടങ്ങിയത്. അപ്പോഴാണ് നമ്മുടെ ക്ഷേത്രത്തിൽ സോപാന സംഗീതം പഠിപ്പിക്കാനായിട്ടുള്ളൊരു ആലോചന ഉണ്ടെന്ന് പറഞ്ഞപ്പം ഹസ്ബൻഡിന് അറിയാം ബിജുവിനെ. അപ്പം എന്നാൽ നമുക്ക് ഏലൂർ ബിജുവിനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ബിജുവിനെ പറഞ്ഞപ്പോൾ അനന്ത ഏട്ടാ ഞാൻ വരാമല്ലോ എന്ന് പറഞ്ഞു, ഒരു തടസ്സവും പറയാതെ. വന്ന് തൊട്ടടുത്ത് പഠിക്കാൻ കിട്ടിയ പിന്നെ നമ്മളത് പഴാക്കില്ലല്ലോ, അങ്ങനെ കയറിയതാണ്. അപ്പോൾ ഈ ഒരു സംഗീതത്തിലേക്ക് ചുവട് വെച്ചപ്പോൾ ആരൊക്കെയായിരുന്നു ഗുരുനാഥന്മാർ? ആരൊക്കെയാണ് ഇത് പറഞ്ഞു തന്നത് ആദ്യത്തെ? ഞാൻ ആദ്യമായിട്ട് സംഗീതം പഠിക്കാൻ തുടങ്ങിയത് ഒരു 4th സ്റ്റാൻഡേർഡിൽ വെച്ചിട്ടാണ്. അപ്പോൾ അന്ന് ഞങ്ങൾ ഏലൂര് താമസിച്ചിരുന്നു, ഞാൻ പറഞ്ഞല്ലോ, നാരായണത്തെ അമ്പലത്തിന്. അവിടെ പഠിപ്പിക്കാൻ പറ്റിയ ഗുരുക്കന്മാരാരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ അച്ഛൻ സാറ് പറഞ്ഞതനുസരിച്ച് എൻ്റെ സ്കൂളിലെ സാറ് പറഞ്ഞതനുസരിച്ച് പറൂരിൽ നിന്ന് ഒരു സാറിനെ വരുത്തുക ചെയ്തത്. ശിവൻ എന്നാണ് സാറിൻ്റെ പേര്. എന്നെ ഒരു വർഷത്തോളം സംഗീതം പഠിച്ചു. സാറിൻ്റെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ അന്ന് തെറാപ്പി എന്താണെന്ന് എനിക്ക് അന്ന് ക്ലിക്ക് ചെയ്തെന്ന് തോന്നണു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല വോയിസാണ്, നല്ല ശബ്ദമാണ്. എന്നിട്ട് പാടണ കേട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മതിമറന്നിരുന്നു പോകും, അതുപോലെയാണ്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ചെമ്പൈ സംഗീത കോളേജിൽ പ്രൊഫസറായിട്ട് ജോലി കിട്ടി സാറ് പോയി. അതോടുകൂടി ആ സാറിൻ്റെ അടുത്തുള്ള പഠിത്തം എൻ്റെ നിന്നു. അതിന് പിന്നെ ജയലക്ഷ്മി ടീച്ചറാണ് വന്നത്. ടീച്ചറും ഇതുപോലെ ഒരു വർഷം പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഏലൂർക്ക് താമസം മാറി, ടീച്ചറും പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കലാഭവനിൽ പോയി ചേർന്നു. അപ്പോൾ അവിടെ നടേശ മാസ്റ്ററാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. കുറച്ചാൾ അവിടെ പഠിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് മ്യൂസിക് മെയിനായിട്ട് പഠിക്കണമെന്ന് തോന്നി. കലാഭവനിൽ തന്നെ ഞാൻ ജോയിൻ ചെയ്ത് അവിടെ ഗാനഭൂഷണം കോഴ്സ് ഉണ്ടായിരുന്നു, അത് ചേർന്നു. അവിടെ പോയി പഠിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ ഡിഗ്രിയും ചെയ്യേണ്ടായിരുന്നു. ഞാൻ ഡിഗ്രി ചെയ്ത് ഈ ഗാനഭൂഷണം ഇതും കൂടി ഒരുമിച്ചാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞു. അപ്പോൾ അവിടെ തന്നെ സീതാലക്ഷ്മി ടീച്ചർ, ജോൺ സാർ ഉണ്ടായിരുന്നു, ഹേമലത ടീച്ചർ ഉണ്ടായിരുന്നു, ചിത്ര ടീച്ചർ ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അവരുടെ കീഴിൽ പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അഡ്വാൻസ് മ്യൂസിക് ക്ലാസ്സിൽ ഞാൻ പോയിരുന്നു. അവിടെയാണ് പ്രഭാരവർമ്മ സാറ്, കുമാരവർമ്മ സാറ്, മാലിനി ടീച്ചർ, സീതാലക്ഷ്മി ടീച്ചർ, അവരിലൂടെ ഞാൻ എന്താ പറയുക, സംഗീതത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കില്ലേ, അത് ഞാൻ അവരിലൂടെയാണ് ശരിക്കും മനസ്സിലാക്കിയത്. അതെങ്ങനെയാണ് ഒരു സംഗീതത്തിൻ്റെ ഒരു എന്താ പറയുക, നമുക്ക് സ്വപ്നം കാണാൻ പോലെ പറ്റാത്ത പോലെ അങ്ങനത്തെ തലങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം അവരായിരുന്നു. നമ്മുടെ സീതാലക്ഷ്മി ടീച്ചർ എങ്ങനെ ഭാവം വരുത്തി പാടാൻ പറ്റും. കൃഷ്ണാനീപേനൊക്കെ സീതാലക്ഷ്മി ടീച്ചർ പാടാനായിട്ട് നമ്മളിങ്ങനെ ഞങ്ങൾ പാടില്ല, ഞങ്ങളിങ്ങനെ വായ പൊളിച്ച് നോക്കിയിരിക്കുന്നു വെച്ചാൽ. അപ്പം ടീച്ചർ കുട്ടികളെ നിങ്ങളാ പാടേണ്ടത്, എന്താ അത് ഇങ്ങനെ ഇരിക്കണമെന്ന് പറയും. അതുപോലെ ടീച്ചർ പാടും. പിന്നെ മാലിനി ടീച്ചറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക, ഓരോ സംഗതികൾ പാടണേക്കണം, തൊണ്ടയിൽ നിന്ന് എങ്ങനെയാണ് വരണേന്ന് നമുക്ക് തന്നെ അറിയില്ല. അതുപോലെയാണ് മാലിനി ടീച്ചർ. ഓരോരുത്തർക്കും ഓരോ ഇതാണ്. പ്രഭാരവർമ്മ സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിനെ കണ്ടുപിടിക്കുന്നത് നമ്മളെ ക്ഷമ, അതാണ്. ഭയങ്കര ക്ഷമയാണ്, എത്ര തവണ വേണമെങ്കിലും പറഞ്ഞു തരും. അതുപോലെ പിന്നെ മാത്രമല്ല, സാറിൻ്റെ അത്രയും കൃതികൾ അറിയാവുന്ന ഒരു വ്യക്തി ഈ ഭൂമിയിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. സാറിപ്പം മരിച്ചുപോയി. അത്രയും ഒരു അത്രയും ജ്ഞാനമുള്ളൊരു വ്യക്തി ഈ ഭൂമിയിൽ ഇല്ല ശരിക്കും കർണാടക സംഗീതത്തിൽ. അതുപോലെയായിരുന്നു പ്രഭാരവർമ്മ സാറ്. കുമാരവർമ്മ സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോധർമ്മ സ്വരം പാടാൻ സാറ് പാടിയ പിന്നെ നിർത്തില്ല, ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അതുപോലെയാണ് സാറ് പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഓരോരുത്തരിൽ നിന്ന് എനിക്ക് ഓരോ ഇതാണ് പഠിക്കാനുണ്ടായിരുന്നത്. അതുപോലെ പിന്നെ ചില അപൂർവമായ കൃതികളൊക്കെ അത് പ്രഭാരവർമ്മ സാറും കുമാരവർമ്മ സാറും ഇവരൊക്കെ പഠിപ്പിച്ചു തരുന്ന ആ കൃതികളൊക്കെ അവരിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് തന്നെ. അങ്ങനെ അതെനിക്കങ്ങനെ നല്ല നല്ല ഗുരുക്കന്മാരുടെ അടുത്ത് പഠിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ മ്യൂസിക് തെറാപ്പിയിലേക്ക് ആദ്യമായിട്ട് വന്നപ്പം ഞാൻ പറഞ്ഞല്ലോ, നാദ സെൻറ്ററിൽ ഞാൻ മ്യൂസിക് തെറാപ്പി കോഴ്സ് ചെയ്തായിരുന്നു എന്ന്. അപ്പോൾ എനിക്ക് എല്ലാ ഗൈഡൻസും എല്ലാം തന്നിരുന്നത് എൻ്റെ സാറ് ഡോക്ടർ TV സായിറാം സാറാണ്. റിട്ടയേർഡ് IRS ഓഫീസറാണ്. മ്യൂസിക് തെറാപ്പിയിൽ ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് മ്യൂസിക് തെറാപ്പി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സാറാണ്. ഇപ്പോൾ സാറിനൊരു 80 ഇയേഴ്സ് ആയിട്ടുണ്ടാവും, എബോവ് 80 ആയിട്ടുണ്ടാവും. പക്ഷേ ഈ പ്രായത്തിലും നല്ല ചുറുചുറുക്കോടു കൂടി വേൾഡ് മുഴുവൻ കറങ്ങി എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരും. വേൾഡിൽ ഓരോ സ്ഥലത്ത് പോയതിൻ്റെ, അവിടുത്തെ ഫുഡിൻ്റെ ഇതും എല്ലാം അയച്ചു തരും എനിക്ക്.
അപ്പോൾ ഫോട്ടോസൊക്കെ അയച്ചാൽ ഇപ്പോഴും നല്ല രീതിയിൽ ആ ഒരു ബന്ധം ഞങ്ങൾ തമ്മിലുള്ളത് തുടർന്നുകൊണ്ടുമുണ്ട്. സാറാണ് എനിക്ക് മ്യൂസിക് തെറാപ്പിയുടെ ഓരോ വ്യത്യസ്ത തലങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി തന്നത് ശരിക്കും പറഞ്ഞാൽ. എന്നിട്ടാണ് ഞാൻ അത് റിസർച്ചിലേക്ക് ഇറങ്ങാനുള്ള കാരണം അതാണ്. സാറാണ് എൻ്റെ ആദ്യ ഗുരു. അപ്പോൾ വേണ്ട എല്ലാ ഗൈഡ് ലൈൻസും തന്നിരിക്കുന്ന സാറാണ്. സാറിനെ ഞാൻ ആദ്യം ഓർക്കണു. അപ്പോൾ എന്നെ സംഗീതത്തിലേക്ക് ആദ്യം കൊണ്ടുവന്ന ശിവൻ സാറിനെയും എന്നെ മ്യൂസിക് തെറാപ്പിയിലേക്ക് കൊണ്ടുവന്ന ഡോക്ടർ സായിറാം സാറിനെ ഞാൻ പ്രത്യേകം ഓർക്കുകയാണ് ഈ അവസരത്തിൽ. അവരെ വണങ്ങാതെ എനിക്കൊന്നും വേറെ ഒന്നുമില്ല. പിന്നെ എൻ്റെ സംഗീതത്തിൽ എനിക്ക് എല്ലാവിധ സപ്പോർട്ടും തന്ന എൻ്റെ അച്ഛൻ, അമ്മ, ഇപ്പോൾ എനിക്ക് സപ്പോർട്ട് തരുന്ന എൻ്റെ ഭർത്താവ്, അവരെയും ഞാൻ പ്രത്യേകം ഓർക്കാണ്. എൻ്റെ കൂടെ ഇപ്പോൾ എൻ്റെ മോളും ഉണ്ട്. പതുക്കെ അവൾ സംഗീതത്തിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പാടും അവൾ നന്നായിട്ട്, പക്ഷേ പ്രോഗ്രാമിനായിട്ട് വന്നിട്ടില്ല. സ്റ്റേജിലൊക്കെ പ്രോഗ്രാം ചെയ്യാറുണ്ട്, പക്ഷേ എൻ്റെ കൂടെ അങ്ങനെ സ്ഥിരമായിട്ട് വരാൻ അവൾ വന്നിട്ടില്ല. പിന്നെ ഇപ്പോഴും ഞാൻ സംഗീത വിദ്യാർത്ഥിയാണ്. പിന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ് എൻ്റെ അനിയൻ എന്നുള്ള നിലയിൽ കാണുന്ന ഏലൂർ ബിജുവിൻ്റെ അടുത്ത് സോപാന സംഗീതം പഠിക്കുന്നത്. ഇപ്പോഴും ഞാൻ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ആരെ കണ്ടാലും എനിക്ക് സംഗീതം പഠിക്കാൻ പറ്റിയ ഞാൻ അവരുടെ അടുത്ത് സംഗീതം പഠിക്കാനായിട്ട് ഞാൻ ഏത് തരം സംഗീതമായാലും ഞാൻ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ പക്ഷേ കൂടുതൽ എനിക്ക് ഇഷ്ടം കർണാട്ടിക് കൃതികളും ഇങ്ങനെ ഈ സോപാന സംഗീതം അങ്ങനത്തെ ഇതൊക്കെയാണ്. അങ്ങനൊരു വയസ്സായതുകൊണ്ടായിരിക്കാം ചിലപ്പം അങ്ങനെ ഒരു ചേഞ്ച് വന്നത്. പക്ഷേ എനിക്ക് കിട്ടിയതൊക്കെ നല്ല ഗുരുക്കന്മാരാണ് എല്ലാവരും. നമ്മളെ ആ സംഗീതത്തിൻ്റെ ആ ഒരു ഇത് മുഴുവൻ മനസ്സിലാക്കി തരാൻ പറ്റിയ ഒരു ഗുരുക്കന്മാരാണ് ഉള്ളത് മുഴുവൻ. സംഗീതം അനന്തസാഗരമാണെന്ന് നമ്മളെല്ലാവരും പറയാറുണ്ട്. ശരിക്കും സംഗീതത്തിൻ്റെ ആ ഒരു ഔഷധ ഗുണം, അല്ലെങ്കിൽ സംഗീതം കൊണ്ട് എത്രമാത്രം നമുക്കെല്ലാം മനസ്സിനും ശരീരത്തിനും ഒരു ആശ്വാസം പകരും എന്നുള്ളതാണ് ഇപ്പോൾ ശ്രീലത ടീച്ചർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനിയും ആളുകളിലേക്ക് ഈ മ്യൂസിക് തെറാപ്പി എന്താണെന്നും പ്രത്യേകിച്ച് മലയാളികളിലേക്ക് അല്ലെങ്കിൽ ഭാരതീയർക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ടീച്ചർക്കും ഒരുപാട് ആളുകളെ ഇനിയും സുഖപ്പെടുത്താൻ കഴിയട്ടെ, ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ, ഒരുപാട് ആളുകളിലേക്ക് ഈ വിവരങ്ങളെല്ലാം എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ടീച്ചർ.